ഏവർക്കും നമസ്കാരം. ഞാൻ മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുന്നിൽ വരികയാണ്. കേരളത്തിലിപ്പോൾ മുനമ്പത്തെ വഖഫ് ഭൂമിയെക്കുറിച്ചും കേരളത്തിലെ വഖഫ് ബോർഡിനെക്കുറിച്ചുമൊക്കെ വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഖഫ് എന്താണെന്നോ വഖഫ് ഭൂമി എന്താണെന്നോ മുസ്ലിങ്ങളിൽ തന്നെ പലർക്കും കാര്യമായി അറിവില്ലാതിരുന്ന കാലഘട്ടമായിരുന്നു ഈ അടുത്ത് വരെ, അതായത് ഈ പൊതു തെരഞ്ഞെടുപ്പ് മുമ്പ് വരെ. എന്നാലിപ്പോൾ അങ്ങനെയല്ല. കേരളത്തിലെ അന്യമതസ്ഥരായവർ പോലും വഖഫ് ഭൂമിയെക്കുറിച്ചും മുസ്ലിങ്ങളുടെ സ്വത്തുദാനത്തിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ചുമൊക്കെ വാദോരാതെ ചർച്ച ചെയ്യുകയാണ്. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മലയാളികൾക്കുള്ള ഉത്കണ്ഠ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. മുസ്ലിങ്ങളുടെ വസ്ത്രം, ഭക്ഷണം, അവരുടെ ദാനം, അവരുടെ ആചാര രീതികൾ, അവരുടെ പ്രവാചകൻ്റെ വാക്കുകൾ, ഹദീസുകൾ, ഖുർആൻ വചനങ്ങൾ, ഇവയെല്ലാം എടുത്ത് ഇപ്പോൾ വളരെയധികം ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയോ ചാനലോ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മുസ്ലിങ്ങളെക്കുറിച്ചും മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കളെക്കുറിച്ചും ഏറ്റവും അധികം ഉത്കണ്ഠയുള്ളത് ഇന്ന് കേരളത്തിൽ സീറോ മലബാർ സഭയ്ക്കാണ്. സ്വന്തം സഭയുടെ കാര്യത്തിൽ പോലും അവർക്കില്ലാത്ത ഉത്തരവാദിത്തമാണ് ഇന്ന് മുസ്ലിങ്ങളുടെ സ്വത്തിൻ്റെ കാര്യത്തിലും അവരുടെ ആചാരങ്ങളുടെ കാര്യത്തിലും സീറോ മലബാർ സഭ സ്വീകരിക്കുന്നത്. അതിന് തീവ്രവാദി സംഘമായ കാസയുടെ പിൻബലവുമുണ്ട്. ലത്തീൻ സഭയെ സീറോ മലബാർ സഭ കാലങ്ങളായി അവഹേളിക്കുന്നതും അവഗണിക്കുന്നതും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മുനമ്പം വിഷയം വന്നപ്പോൾ അത് മുസ്ലിം ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ സീറോ മലബാർ സഭ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും കേരളം മുഴുവനുണ്ട്. അതിനുവേണ്ടി സഭാ തലവന്മാർ തന്നെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന വിചിത്രമായൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. എന്താണ് ഇവർക്കിതിലുള്ള താല്പര്യം? ഈ ഭൂമിക്ക് പിന്നിലുള്ളത് മുസ്ലിങ്ങളാണ്. ഇതിലൂടെ ഒരു മുസ്ലിം വിദ്വേഷം പ്രകടിപ്പിക്കുക, അതിലൂടെ BJPയെ സന്തോഷിപ്പിക്കുക എന്നൊരു ഗൂഢലക്ഷ്യം ഉണ്ട്. കാരണം BJPയെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ട് ഇവർക്ക് വളരെ നേട്ടങ്ങളുണ്ട്. കാരണം ഇവർക്ക് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കുള്ളതിനേക്കാൾ അധിക സ്വത്തുക്കളുണ്ട്. അതിനുമേൽ ഒരു നോട്ടം ഉണ്ടാവാതിരിക്കാൻ BJPയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടം ഉണ്ടാകാതിരിക്കാനും ഒക്കെ അവരിപ്പം BJPക്കൊപ്പമാണ്. എന്നാൽ ഈ സംഘപരിവാറും BJPയൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് മുസ്ലിങ്ങളുടെ കാര്യത്തിലെ ഉത്കണ്ഠ. ഇക്കാര്യത്തിൽ ഇതിന് നേതൃത്വം നൽകുന്നത് ചങ്ങനാശ്ശേരി രൂപത മെത്രാപ്പൊലീത്ത തോമസ് തറയിലും പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടൊക്കെയാണ്. ഈ ജോസഫ് കല്ലറങ്ങാടിനെ കുറിച്ച് നമുക്ക് നേരത്തെ അറിയാം. അദ്ദേഹമാണ് ഈ വിവാദമായ നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഉസ്താദ്. ഇദ്ദേഹം ഇപ്പോൾ ഈ തോമസ് തറയിലിനെയും കടത്തി വെട്ടിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളെ ഇതിൽ നിന്ന് ഈ മുനമ്പത്ത് നിന്ന് കുടിയിറക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ 600 കുടുംബങ്ങളെ ഞങ്ങൾ പാലായിൽ മീനച്ചിൽ താലൂക്കിൽ കൊണ്ട് താമസിപ്പിക്കുമെന്ന് അങ്ങ് തട്ടിവിടുകയാണ്. എവിടെ കൊണ്ട് താമസിപ്പിക്കും? സഭയുടെ 1 ഇഞ്ച് ഭൂമി അവർ കൊടുക്കില്ല. പിന്നെ എവിടെ താമസിപ്പിക്കുന്നത്? ഇനി അഥവാ കുടിയിറക്കപ്പെടുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ കുടിയിറക്കപ്പെടണമെങ്കിൽ അവകാശമില്ലാത്ത ഭൂമിയാണെന്ന് ഈ കല്ലറങ്ങാട്ടിനും അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. പിന്നെ എന്തിനാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഈ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്? അതൊരു കേരളത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങളുമായി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. അതിന് കാസയുടെ പിൻബലമുണ്ട്. കാസയുടെ പിൻബലമല്ല, കാസയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ് ഈ കാസ. അതായത് ക്രിസ്ത്യാനികളിലെ തീവ്രവാദികളായ കുറേ ആൾക്കാർ കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ കാസ എന്ന് പറയുന്നത്. അതിന് ശരിയായ വിശ്വാസികളായ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിൻബലമൊന്നുമില്ല. അവർ BJPയെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടില്ല. ഭയമാണ്, ഭയങ്കര ഭയമാണ് അവർക്ക്. ഹിന്ദുക്കളെക്കുറിച്ചും അങ്ങനെ പറയില്ല. അവർക്ക് മുസ്ലിങ്ങൾ മാത്രമാണ് അവരുടെ ടാർഗറ്റ്. മുസ്ലിങ്ങൾ എന്തെങ്കിലും മുസ്ലിങ്ങൾ നല്ല കാര്യം ചെയ്താലും ഇവർ ചീത്ത വിളിക്കുമെന്നുള്ള രസം. ഇതൊരു മനോരോഗം പോലെയാണ്. സാധാരണ രീതിയിൽ നമ്മളൊരു മോശം കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറ്റം പറയുകയോ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവർ നേരെ തിരിച്ചാണ്. മുസ്ലിങ്ങൾ നല്ല ചെയ്താലും ഇവർ ചീത്ത വിളിക്കും. അങ്ങനെ ഒരു പ്രത്യേകതരം മനോരോഗത്തിൻ്റെ ഉടമകളാണ് അവരൊക്കെ.
അപ്പം അതിന് നേതൃത്വം നൽകുന്നത് ഇത്തരം കുറച്ച് ആൾക്കാരാണ്. ഈ സഭയിൽ തന്നെ അവരാണ് ഈ ഞായറാഴ്ച വരുന്ന കുർബാന നടത്തിയിട്ട് വിശ്വാസികളെ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുക. അവരുടെ മുന്നിൽ നിന്ന് പ്രസംഗിച്ച് മുസ്ലിങ്ങൾ ഭയങ്കര ഭീകരരാണ്, അവർ തീവ്രവാദികളാണ്. മുസ്ലിങ്ങളെക്കാൾ തീവ്രവാദികളല്ല ഇവരൊക്കെ. അതുകൊണ്ടല്ലേ ഇവർ പ്രത്യേകമായ സംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുസ്ലിംകാർക്ക് ഇങ്ങനത്തെ ഒരു സംഘടന ഉണ്ടോ? വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ വിദ്വേഷം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ ഒരു കാര്യം അവർ പറയുന്നില്ല. മനുഷ്യന് വേണ്ട ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. ഇക്കാര്യത്തിൽ സംഘപരിവാറോ RSSO പോലും ചെയ്യാത്ത വിധമാണ് ഇവരുടെ ഈ വർഗീയമായ നിലപാടുകൾ മുസ്ലിങ്ങളോട്. അത് മുസ്ലിങ്ങളോട് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരോടും ഇല്ല അക്കാര്യത്തിൽ. എന്നാൽ ഇതിലിവർ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇത് മുനമ്പം ഭൂമിയിൽ ഈ കാര്യങ്ങളിപ്പം ഉയർന്നു വരാൻ കാരണം മുസ്ലിങ്ങളൊന്നുമല്ല, അതൊരു കോടതി വിധിയാണ്. കോടതിയാണ് തീരുമാനിച്ചത് വഖഫ് ഭൂമിയാണ്, അത് നിങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾ ആ വഖഫ് ഉടമയ്ക്ക് തന്നെ ബോർഡിന് അത് തിരിച്ചു കൊടുക്കണം. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഒരാളൊരു മൊബൈൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. നമ്മളെല്ലാവരും അത് കാശ് കൊടുത്ത് മൊബൈൽ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ്. കുറച്ചാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് യഥാർത്ഥ ഉടമ വരികയാണ്, ഈ മൊബൈലുകൾ എൻ്റെ ഗോഡൗണിൽ നിന്നും മോഷണം പോയതാണ്, അതെൻ്റെതാണ് സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് അത് നടക്കത്തില്ല, അത് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്, അത് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ ന്യായീകരിക്കുന്നത്? അത് തൊണ്ടി മുതലല്ലേ? നമ്മുടെ വീട്ടിൽ നിന്നൊരു ചെമ്പുകലം പോയാലും സ്വർണം പോയാലും തന്നെയല്ല അവസ്ഥ. ഇത് തൊണ്ടി മുതലാണ്. ഇത് കണ്ടെത്തുമ്പോഴാണ് അത് തൊണ്ടി മുതലായിട്ട് പോലീസ് പിടിക്കുന്നത്, അത് ഉപയോഗിച്ചവരിൽ നിന്നും നഷ്ടമായിട്ട് വരുന്നത് എന്ന് പറയുന്നത് പോലെ ഈ മുനമ്പം വഖഫ് ഭൂമി അതിൻ്റെ ഉടമ അറിയുക വിൽക്കാത്തിടത്തോളം കാലം അത് അവരുടെ തന്നെ സ്വത്താണ്, അല്ലെങ്കിൽ ആ വഖഫ് ബോർഡിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ളതാണ്. അതൊരാൾ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനപ്രകാരം പ്രത്യേകം രേഖപ്പെടുത്തി കൊടുക്കുന്ന ഒരു വസ്തുവാണ് ഈ വഖഫ് എന്ന് പറഞ്ഞത്. അതാർക്കും കൈമാറ്റം ചെയ്യാനൊന്നും കഴിയില്ല. അത് ഇന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തിരിച്ച് ഉടമയ്ക്ക് തന്നെ കൊടുത്തേര്. ആ ഒരു എഗ്രിമെൻ്റാണ് ഇവിടെ ഉള്ളത്. അത് ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് തിരിച്ചറിയേണ്ട ഉപയോഗിക്കുന്നവരാണ്. അല്ലാതെ കോടതി മുസ്ലിംക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു, ഗവൺമെൻറ് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് ഞങ്ങൾ ആ ഭൂമി മേടിച്ചു തരുമെന്ന് പറയുന്നില്ല. കാരണം അദ്ദേഹത്തിനും അറിയാം ഇത് നിയമപ്രകാരം വഖഫ് ബോർഡിന് തന്നെ അവകാശപ്പെട്ടതാണ്. അതിൽ കുറേ നാൾ കാലങ്ങളായിട്ട് താമസിക്കുന്നുണ്ടാവും, അതുകൊണ്ടത് കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു പ്രധാന തകരാറ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിന് വകവെച്ച് കൊടുക്കുക എന്ന് വെച്ചു, ഇനി കോടതി അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ട് ഇങ്ങനെ ഇത് ഭൂമി അവർ പാവങ്ങളാണ്, 10-600 കുടുംബമുണ്ട്, ഒരു മുഖവരാണ്, അവർക്ക് ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇതിലങ്ങ് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഉടമകളില്ലാതെ കിടക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമികളുണ്ട്. അതായത് ഉടമകളെ അവർ വിദേശത്തായിരിക്കും, ഉടമകളില്ലാന്ന് പറഞ്ഞാൽ അവർ വിദേശത്തായിരിക്കും. പക്ഷേ അവർക്ക് നാട്ടിൽ വന്ന് ആ ഭൂമിയിൽ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കാനോ സമയം ഉണ്ടാവായിരിക്കും. ചുമ്മാ കിടക്കും, ഒരു അനാഥമായ പോലെ കിടക്കും. അവിടെയൊക്കെ കയറി ആൾക്കാർ വീട് വെച്ച് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിയിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഈ ഉടമ തിരിച്ചു വരുമ്പോൾ പറയാം ഇതേ ഞങ്ങൾ വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതൊന്നും തരാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ സാധനമാണ് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഇരട്ടത്താപ്പാണുള്ളത്. രണ്ട് നയം, രണ്ട് നീതിയാണുള്ളത്. അത് നമുക്ക് ബാബരി മസ്ജിദിൻ്റെ കാര്യമാണ് എടുക്കേണ്ടത്. അക്കാര്യത്തിൽ ബാബരി മസ്ജിദ് ബാബർ പണിത പള്ളിയാണെന്നും അതിനകത്ത് അമ്പലത്തിൻ്റേതായ യാതൊരു അവശിഷ്ടവും ഇല്ല എന്നൊക്കെ പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി തന്നെയാണ്. സുപ്രീം കോടതി അവസാനം എന്താ പറയുന്നത്? ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ഇതിന്മേലുള്ള അവരുടെ താല്പര്യപ്രകാരം അവരിങ്ങനെ അവകാശപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുന്നു എന്നൊരു വിചിത്രമായ വിധിയാണ് പ്രഖ്യാപിക്കുന്ന ഇക്കാര്യത്തിൽ. അടിസ്ഥാനവും ആധാരവും ഇല്ലാതാണ് അവർ ആ ഭൂമി കൈവശപ്പെടുത്തിയത്. ഇതുപോലെ തന്നെയാണ് ഗ്യാൻവാപ്പിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പല മസ്ജിദുകളും താജ്മഹലും കുത്തബ് മിനാറിൻ്റെ കാര്യത്തിലുമൊക്കെ ഇവർ അവകാശം ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ്, യാതൊരു രേഖകളുമില്ല. അത് പണ്ട് ഞങ്ങളുടെ ദൈവം ജനിച്ച സ്ഥലമാണ് അല്ലെങ്കിൽ അത് ഇന്നയാളുടേതാണ്, അത് തന്നേക്കണം എന്ന് പറയുമ്പോൾ അതിന് രേഖകളും വേണ്ട, ഒന്നും വേണ്ട. ഈ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ അതിനകത്ത് താമസിക്കുന്നവർക്കെല്ലാം രേഖയുണ്ട്, അതിൻ്റെ ഉടമയ്ക്കും രേഖയുണ്ട്. ഇത് രണ്ടുപേരെ രേഖയുണ്ട്, ഒരാളുടെ വ്യാജവും ഒരാളുടെ ഒറിജിനലുമാണ്. അപ്പം ഒറിജിനൽ ഉടമ അവിടെ നിൽക്ക്, ഞങ്ങൾ വ്യാജ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്?
ഈ കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് തന്നെയല്ലേ ഇവർ വ്യാപാരി മെസ്സിൻ്റെ കാര്യത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നോ? അവർക്ക് അല്ലേ കൊടുക്കേണ്ട, അവരല്ലേ എൻ്റെ ഉടമ, അവരല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ആൾക്കാർ പണിതല്ലേ? അങ്ങനെയില്ലല്ലോ, അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇരട്ട നീതിയാണ് ഇക്കാര്യത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തി. ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഒരു കിരാതമാണ്, അതുകൊണ്ട് ആ കിരാതത്തെ ഞങ്ങൾ ഇവിടെ തുലയ്ക്കും, നശിപ്പിച്ച് കളയും ഇന്ത്യയിൽ നിന്നും. അതെങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് നശിപ്പിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ അതേ കിരാതം തന്നെയല്ലേ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയും ക്രിസ്ത്യാനികളുടെ ഭൂമിയൊക്കെ ഇതേ കിരാതം തന്നെയല്ലേ? എല്ലാവരും ഭൂമി തന്നെയല്ലേ? എല്ലാവരും കൈവശം വെച്ചിരിക്കുന്നതാണ് ഇല്ലേ? അപ്പോൾ അതേ കിരാതം അവിടെയും നടപ്പിലാക്കേണ്ടതല്ലേ? അതോ മുസ്ലിങ്ങളുടെ മേൽ മാത്രമേ ഉള്ളൂ ഇത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ? അതെന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ലക്ഷ്യമാക്കുന്നത് എന്താ? അദ്ദേഹം ഒരു കാരണവശാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം അദ്ദേഹം ഒരു സിനിമാ താരമാണ്. ജനങ്ങൾ ഇഷ്ടപ്പെട്ട് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം വിജയിച്ച് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ബേസിക്കലി അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല, അദ്ദേഹം ഒരു സിനിമാ താരമാണ്. ഇത് MP ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്നൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിൽ വിഭിന്നമായി അദ്ദേഹത്തിന് ഒരു സഹമന്ത്രിയായി മാത്രം മാറ്റിയപ്പോൾ പുള്ളിക്ക് ഭയങ്കരധികം ദേഷ്യം ഉണ്ടാകുകയും പുള്ളി എന്നിട്ട് എനിക്കിതൊന്നുമില്ല, എനിക്ക് വേറെ രാഷ്ട്രീയമൊന്നും പറ്റില്ല, ഞാൻ വേറെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു 10 രൂപ സിനിമ എനിക്ക് കിട്ടുന്നുണ്ട്, അതെല്ലാം ഞാൻ അഭിനയിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പണം ആവശ്യമുണ്ട്. ഈ പണം ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസ് ചെയ്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം കാണേണ്ടതല്ലേ? എങ്കിലേ ഇദ്ദേഹത്തിൻ്റെ പടം വിജയിക്കുകയുള്ളൂ. അതോ നിർമ്മാതാവിൻ്റെ കാശ് മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ? നിർമ്മാതാവിന് ഈ പടം വിജയിച്ചെങ്കിലേ അടുത്ത പടം ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അയാൾ അതോടെ തീർന്നു പോകും. ഇദ്ദേഹത്തെ വെച്ചൊരു പടം ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിർമ്മാതാവ് റോഡില്ല തെണ്ടിയായിട്ട്. അങ്ങനെ പറ്റുമോ? അപ്പോൾ അഭിനയിക്കുന്ന പ്രമുഖ നടൻ തന്നെ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം അങ്ങനെ വിജയിക്കുന്ന ആരെയും കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ പടം? അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ജനങ്ങളോട് വളരെ സൗമ്യമായിട്ട് ഇടപെടണം. ഇത് അദ്ദേഹം ഒരു മാടമ്പിയായിട്ടാണ് അദ്ദേഹം ഇടപെടുന്നത്. ഞാനൊരു ഉന്നത കുലജാതനാണ്, ഒരു മാടമ്പിയാണ്, ഞാനൊരു സവർണനാണ് എന്നുള്ളൊരു ഭാവത്തിലൊക്കെയാണ് പുള്ളി ഇടപെടുന്നത്. സത്യത്തിൽ ഇതൊന്നുമല്ല, ഒരു വിവരമില്ലാത്ത ഒരാൾ ആരോട് എന്ത് എപ്പോൾ പറയണം ആകപ്പാടെ അറിയാവുന്നത് ചൂടാകാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അറിയാവുള്ളൂ. വേറെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പക്വത നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതിപ്പോൾ നമ്മൾ ഒരുപാട് വിഷയങ്ങളിലൂടെ നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്വത ഇല്ലാത്തൊരു മനുഷ്യനാണ് ആൾ. തടിയും വലിപ്പവും എല്ലാം ഉണ്ട്, പക്ഷെ പക്വത മാത്രമില്ല. അതുപോലെ തന്നെയാണ് വേറൊരു പ്രസ്താവന നടത്തിയ ആളാണ് B. ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ വാവര് ഈ ശബരിമല എഴുതി വഖഫ് ബോർഡിന് കൊടുത്തു കഴിഞ്ഞാൽ അയ്യപ്പന് ഇരിപ്പിടം ഇല്ലാതാകുമെന്ന്. അയ്യപ്പൻ എങ്ങനെ ഇരിപ്പിടം ഇല്ലാതാകുന്നു? വാവർക്ക് അങ്ങനെ ശബരിമല എഴുതി കൊടുക്കാൻ പറ്റുമോ? പുള്ളി എങ്ങനെ ഒരു ആധാരമൊന്നും ഇല്ലാത്ത ഒരു ഇത് എഴുതിയിട്ട് എന്നാൽ ഇത് ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ എടുക്കാതിരിക്കുന്ന സ്ഥലമാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും മേടിക്കാം? അതിന് കൃത്യമായ രേഖകളൊക്കെ ഉണ്ടാവണം, നമ്മുടെ ഭൂമിയാണെന്ന് തെളിയിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് അതിന് വല്ല വിവരമുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച്? കാരണം എന്നാലും പുള്ളി ചുമ്മാ അങ്ങ് തള്ളുകയാണ് ഇരുന്നുണ്ട്. കാരണം പുള്ളിക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം പുള്ളി അങ്ങനെ ആണ് ശീലിച്ചിരിക്കുന്നത്. പുള്ളിയുടെ രാഷ്ട്രീയം അങ്ങനെയാണ്, ഒരു വർഗീയതയാണ് പുള്ളിയുടെയൊക്കെ രാഷ്ട്രീയം. കേരളത്തിലെ BJP നേതൃത്വം പോലും ഇത്രയും വർഗീയത പറയുന്നില്ല. ശരിക്കും സുരേന്ദ്രനോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് നേതാക്കന്മാരാണ്, അവരൊന്നും ഇത്രയൊന്നും വർഗീയത അവരാരും പറയാറൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് താഴേക്കിടെയുള്ള നേതാക്കന്മാർ വർഗീയത പറയണം. അവർക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താ? ചുമ്മാ കുറച്ച് ബൈക്ക് കാണുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പോവുക, ചുമ്മാ വിദ്വേഷം ഉണ്ടാക്കുക. ഇവർക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടതല്ലേ? മറ്റ് മുസ്ലിംസും ക്രിസ്ത്യനും അല്ലെങ്കിൽ മറ്റ് ഇടവരൊക്കെ ആയിട്ട് ഇടപെടേണ്ട ആൾക്കാരല്ലേ ഇവർ? ഇത്രയും വർഗീയത വിളിച്ച് പറഞ്ഞിട്ട് പിറ്റേന്ന് പോയിട്ട് അവരുടെ തോളിൽ മറ്റവരുടെ ആയിട്ട് സംസാരിക്കുക, തോളിൽ കൈയിടുക, അവരുമായിട്ട് ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ എന്നൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു പ്രത്യേക മനസ്സ് വേണ്ടേ? അല്ലെങ്കിൽ അവർ സ്വന്തം വീട്ടിൽ നിലവറയ്ക്കകത്ത് പോയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സമൂഹമായിട്ട് അവർ ഇടപെടുന്നുണ്ടല്ലോ. എന്നിട്ടും അവരിങ്ങനെ വർഗീയത ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശരിയാകുന്നത്? അതൊക്കെ അവരുടെയൊക്കെ ആ ഒരു ഉളുപ്പിനാണ് പ്രത്യേക കാശ് കൊടുക്കേണ്ടത്. ഒരു കഴിവ് തന്നെയാണ് അത് കേട്ടോ, പറയാതിരിക്കണമൊക്കെയല്ലോ. അപ്പം ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇത്ര വലിയ കാര്യമൊന്നും ആക്കുന്നില്ല, കാരണം പുള്ളി അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല, കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പം മുനമ്പം ഭൂമിയുടെ വിഷയത്തിൽ ശരിക്കും രാഷ്ട്രീയക്കാർ ആ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിയമപരമായിട്ട് ഒരിക്കലും അത് അവർക്ക് കിട്ടാൻ പോകുന്നില്ല, കിട്ടില്ല. പിന്നെ വല്ല അട്ടിമറിയോ വല്ല വന്നെങ്കിൽ മാത്രമല്ലാതെ അക്കാര്യത്തിൽ ഒരിക്കലും അവർക്ക് ആ ഭൂമി കിട്ടില്ല. അവർക്ക് അതവർ അംഗീകരിക്കണം. അങ്ങനെ അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയും
ഈ കല്ലറങ്ങാട് ഉൾപ്പെടെയൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി കാണിച്ചു തരാം, കല്ലറങ്ങാട് പറഞ്ഞ് ഞങ്ങൾ വേറെ നിങ്ങൾക്ക് ഭൂമി തന്നേക്കാം, അതാ ചോദിച്ചു പ്രശ്നം തീർന്നില്ലേ. പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയല്ല കേട്ടോ, അവർ ദാനശീലരാണ്. ഒരുപക്ഷെ ഇവരവിടെ കുടിയിറക്കപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരത് ആ വഖഫ് ബോർഡ് എന്തെങ്കിലും ഇളവ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ ദാനം ചെയ്യുന്നിരിക്കും, സർക്കാരിനോട് അഭ്യർത്ഥിച്ചോ എങ്ങനെയെങ്കിലും ചിലപ്പോൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തെന്നിരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതൊരു വർഗീയ വിഷയമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ എന്തൊരു മോശമായൊരു പ്രവൃത്തിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു വളരെ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അതിനെ വർഗീയപരമായി നേരിടുക എന്ന് പറയുമ്പോൾ എന്തൊരു മോശമാണ് അതൊക്കെ. ഒരു വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരൊക്കെ, അതിനെ വർഗീയമായി ചിത്രീകരിക്കാൻ വേണ്ടി. കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ കേരളത്തിൽ ഈ ഒരു മതേതര പുറന്തോടുണ്ട്, കട്ടിയുള്ള പുറന്തോടാണ്. അതിനെ പൊട്ടിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ സംഘപരിവാറിനും ഈ കാസ പോലത്തെ തീവ്രവാദ കക്ഷികൾക്കും ഇവിടെ നിലനിൽപ്പുള്ളൂ. അതിനുവേണ്ടി അവർ മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മലയാളി ഇതൊന്നുമല്ല. മലയാളിയെ സംബന്ധിച്ച് അവർക്ക് എല്ലാവരും വേണം, മതേതരമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് 95% മലയാളികളും. ബാക്കി വരുന്ന ഈ 5% ആൾക്കാരാണ് ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് സ്വന്തം വീടിനോട് പോലും അവർക്ക് ഉത്തരവാദിത്വം ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ, കാരണം അവർക്ക് ഭാര്യയും മക്കളും വരുന്ന തലമുറയെ നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് ചിന്തിക്കാനല്ലേ പഠിപ്പിക്കേണ്ടത്. അതോ അവരിൽ വർഗീയത ഉണ്ടാക്കിയിട്ട് നാളെ നിങ്ങൾ പോയി മുസ്ലിങ്ങളുമായിട്ട് വെട്ടി മരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മലബാർ സഭ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇടപെടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ്. കാരണം ഇത് മുസ്ലിങ്ങൾക്ക് കഴിയല്ലേ, മുസ്ലിം നേതൃത്വം അല്ലെങ്കിൽ പ്രത്യേക സഭകൾക്ക് വേണ്ട ഇവർക്കെതിരായിട്ട് വ്യാപകമായ വർഗീയത പ്രചരിപ്പിക്കാൻ പറ്റില്ലേ. എന്താ മുസ്ലിങ്ങൾ ചെയ്യാത്തത്? കാരണം അതിനകത്തൊരു നീതിയില്ല, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ കാര്യം ചെയ്യാത്തത്. അല്ലാതെ ഇവർക്ക് അറിയാൻ മേലാത്തതുകൊണ്ടോ ഭയന്നുകൊണ്ടൊന്നും അല്ല. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നും ഉള്ളവരല്ല, അത് നമ്മൾ ലോകത്തെല്ലായിടത്തും കണ്ടിട്ടുണ്ട്. കാരണം അവരിവിടെ അടിയുറച്ച വിശ്വാസികളാണ്, അവർ നീതിയിലും ന്യായത്തിലും നന്നായി വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ഈ മുസ്ലിങ്ങളെന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പോലും മറ്റൊരു പരലോക വിശ്വാസത്തെ അടിയുറച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങളെന്ന് പറയുന്നത്. അവിടെ നീതി ന്യായം ഞങ്ങൾക്ക് ആവശ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവർക്കിതൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അതിനെ വിശദീകരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ മുനമ്പം വിഷയം ഒരു കാര്യമായിട്ടെടുത്താലും വല്ല പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ മെമ്പറോ കൗൺസിലറോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർ അതിൻ്റെ പിന്നാലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടന്നാൽ അത് വെറുതെ ഇങ്ങനെ നീണ്ടു പോകുമെന്നല്ലാതെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. ഒരിക്കലും അത് ആ ഭൂമിയിൽ നിന്ന് അവർക്ക് സ്വന്തമാവില്ല. അപ്പോൾ ഈ വിഷയത്തെ എല്ലാവരും കൂടിയിരുന്നൊരു ചർച്ചയിലൂടെ തീരുമാനിച്ചാൽ എല്ലാവർക്കും നല്ലത്. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.